അങ്ങനെ പരാതി കൊടുത്തേക്കുന്നത്. ഞാൻ നിരന്തരം പരാതി കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ഞാൻ ശല്യം ഉണ്ടാക്കുന്നു എന്നുള്ള ലെവലിലുള്ള എഴുതി കൊടുത്തേക്കുന്നു. അപ്പം ഞാൻ ഈ DYSP സാറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം സാറ് അവിടെ നിന്ന് വേറൊരു സാറിനോട് പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ തന്നെ അവളെ ഫോണിൽ വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്ത് അവൻ പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മാമ്മ വന്നേക്കാണ്, നിങ്ങൾ കുഞ്ഞിനെ കൊടുക്കാൻ തയ്യാറാണോ എന്ന് കേട്ടപ്പോൾ അവൾ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി സാർ, ഞാൻ ഇനി ഒരു ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടിട്ടാണ് ഞാൻ DYSP ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം SI അവിടെ വിളിച്ചേക്കുവാണല്ലോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു, വൈകുന്നേരം ആയപ്പോഴാണ് എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, ഇങ്ങനെ നിങ്ങളിന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വരാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ, മേളിൽ ഇങ്ങനെ എഴുതി ഒപ്പിട്ടു, ഇനി എൻ്റെ ഭാഗത്തു നിന്നൊരു ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനി അതിനും കേസോട്ട് ഇങ്ങോട്ട് പോകണ്ടെന്ന് ഞാൻ അപ്പോഴതിൽ പറഞ്ഞായിരുന്നു. എന്നുവെച്ചാൽ ഇവിടെ ഇങ്ങനെ DYSP ഓഫീസിൽ എഴുതിയേക്കല്ലേ. അത് കഴിഞ്ഞ ശേഷം ഞാൻ വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് മെനഞ്ഞാന്ന് രാത്രി 9:24 ആയപ്പോഴാണ് മേളിൽ താമസിക്കുന്ന നമ്മളൊരു ഫ്രണ്ട് വിളിച്ചിട്ട്, അപ്പോൾ അവൾ കൊല്ലത്ത് പോയേക്കായിരുന്നു, പെരുന്നാളായാണ്. അപ്പോൾ അവരിങ്ങനെ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, എടി അവിടെ എന്ത് വിശേഷം? ഞാൻ പറഞ്ഞില്ല, നീ എൻ്റെ വീടും കൂടെയൊക്കെ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ നോക്കാം, നിങ്ങൾ എന്തങ്ങ് പോയത് കാര്യം പറഞ്ഞിട്ട് പറഞ്ഞ്. അപ്പം ഞാൻ ഈ കുഞ്ഞിനെ വിളിക്കുന്നത് കണ്ണൂസെന്നു. അത് കണ്ണൂസിന് എന്തോ സുഖമില്ലാതായി, ഫുഡ് എന്തോ കഴിച്ച് തൊണ്ടയിൽ കുരുങ്ങി, അങ്ങനെ പനവൂര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഞാൻ കേട്ട് ഏത് ഹോസ്പിറ്റൽ, എപ്പോൾ ആര് എവിടെ കൊണ്ടുപോയി? അത് അവൾ വീട്ടിൽ ഇല്ല, അവൾ തമിഴ്നാട്ടിൽ പരിപാടിക്ക് എന്തോ പോയേക്കാണ്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോയത് അവനാണെന്ന് തോന്നുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും ഹോസ്പിറ്റലിൽ. ഞാൻ കേട്ട് ഏത് ഹോസ്പിറ്റൽ? മരിയ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. ഞാൻ ചെന്നാൽ അവിടുത്തെ നമ്പർ ഗൂഗിളിൽ കയറി സെർച്ച്, എനിക്കിത് കേട്ടപ്പോഴേ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ആ നമ്പർ എനിക്ക് അവൾ അവിടെ നിന്ന് എടുത്ത് തന്നു. ഞാൻ ആ നമ്പറിൽ അപ്പോഴത്തേനെ കോൺടാക്ട് ചെയ്തു. ഒരു സിസ്റ്ററാണ് ഫോൺ എടുത്തത്. അപ്പോൾ ഞാൻ കേട്ടൊരു കുഞ്ഞിനെ ഇങ്ങനെ തൊണ്ടയിൽ ഫുഡ് കുരുങ്ങി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. കൊണ്ടുവന്നു. ഞാൻ കേട്ട് എത്ര മണിയായിപ്പോൾ? ഒരു 5-5:30 മണിയായി കാണും. ഇവിടെ കൊണ്ടുവന്നു. ഞാൻ കേട്ട് കുഞ്ഞിന് ഇപ്പം എങ്ങനെയുണ്ട്? അത് ഇത്തിരി സീരിയസ് ആണ്, ഇവിടെ നിന്ന് റെഫർ ചെയ്തിട്ടുണ്ട്, SAT-യിലത്തേക്കാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ 2 കൈയിലും പ്ലാസ്റ്റർ ഉണ്ടോ എന്ന് ഞാൻ എടുത്ത് ചോദിച്ചു. അപ്പം പറഞ്ഞു 2 കൈയിലും പ്ലാസ്റ്റർ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സിസ്റ്റർ, ഒരു കാര്യം ചെയ്യും, അവൻ്റെ നമ്പർ ഞാൻ തരാം, അവനെ ഒന്ന് വിളിച്ച് നോക്ക് എവിടെ നിൽക്കണം. കാരണം ഞാൻ ഡയറക്റ്റായിട്ട് അവരെ വിളിക്കാറില്ല. അപ്പം പറഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ വിളിച്ചപ്പോൾ അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്നെ അറിയിക്കുകയും ഞാൻ പിന്നെ നമ്മളെ ബന്ധുക്കളെയൊക്കെ അറിയിച്ച്, മോനെയൊക്കെ അറിയിച്ച്, മക്കളെ ഇങ്ങനെ ഒരു ഇതുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി വന്നിട്ട് രാത്രി 2 മണിയായപ്പോഴത്തേക്കും നെടുമങ്ങാട് സ്റ്റേഷനിൽ ഞാൻ പിന്നെയും കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്, എനിക്കൊരു വ്യക്തത വരുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷേ അന്ന് നേരത്തെ ആദ്യം പറഞ്ഞില്ലേ, ഈ കൈ ഒടിഞ്ഞപ്പോൾ തന്നെ സംശയം തോന്നി, നെടുമങ്ങാട് പോലീസിന് പരാതി കൊടുത്തു എന്നുള്ളത്. അന്ന് ഈ പരാതി കൊടുത്ത് പോലീസ് അതിലൊരു കൃത്യമായൊരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ കുഞ്ഞിന് ഈ അവസ്ഥ വരില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ ഒരു തെളിവ് ഇല്ലല്ലോ, ഇവനിങ്ങനെ ഒരു സംശയം കൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ സാർ പറഞ്ഞതും അങ്ങനെയാണ്, നമുക്ക് കുഞ്ഞിനെ കൊണ്ടുപോയിക്കുന്നത് സ്വന്തം അമ്മയാണ്, അവളുടെ മനസ്സാലെ തന്നാൽ മാത്രമേ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ പറ്റുള്ളൂ, അവരിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ച് തരാൻ പറ്റില്ല. ഒക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. യവൻ ഒരുപക്ഷെ ഇവളെ ഉപദ്രവിക്കുന്നത് അറിയാമെങ്കിൽ അവക്കെങ്കിലും ആ കുഞ്ഞിനെ വാങ്ങിച്ച് എനിക്ക് തന്നൂടായിരുന്നോ? എങ്കിലും ഒരു ചെറിയൊരു മനുഷ്യത്തെ എൻ്റെ മോളായിരുന്നാലും ഇത് കാണിക്കണ്ടായിരുന്നോ? ഇനി എൻ്റെ മോളാണെന്ന് പറയാൻ അറപ്പാണ്, വെറുപ്പാണ്. ഞാൻ മരിച്ചാൽ പോലും അവൾ ഇനി തിരിഞ്ഞ് നോക്കണ്ട, എനിക്കിങ്ങനെ ഒരു മോളില്ല. ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛനുള്ള ആദ്യത്തെ പിതാവ്, അവരുടെ വീട്ടുകാരെപ്പോഴും നിങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇതുവരെ ഒരു ഫോൺ കോൾ പോലും എന്നെ വിളിച്ചിട്ടില്ല. പക്ഷേ കൊച്ചിന് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇന്നലെ രാവിലെ വിളിച്ചിട്ട് ഞാൻ അവിടെ അറിയിച്ചു, കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചു. കാരണം നാളെ അവരെന്നോട് ചോദിക്കാം. ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞു കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതും പ്രകാരം പിന്നീട് അവർ DGPക്കും DYSPക്കൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് അവരവിടെ വന്നതും കുഞ്ഞിൻ്റെ ബോഡി അവർ കൊണ്ടുപോയത്. പക്ഷേ ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ അറിയേണ്ടത് തന്നെ ഇവൾ കുഞ്ഞിനെയും കൊണ്ട് ഈ കൊച്ചിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു എന്നും അവിടെ ചെന്ന് അവർ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് പിന്നെ ഞാനൊരു ന്യൂസ് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ, കൊച്ചിൻ്റെ കയ്യിലെ പ്ലാസ്റ്റർ എടുത്തപ്പോൾ അത് കയ്യിൽ കമ്പി ഇടണം, ആ കമ്പി ഇടാൻ പൈസ അഷ്കർ കൊടുക്കില്ല, പകരം അവൾ ഈ ഡാൻസ് കളിച്ച് പൈസ കിട്ടി അതിൽ കൊച്ചിന് കമ്പി ഇടാം എന്നുള്ള രീതിയിലാണ് തമിഴ്നാട്ടിൽ പോയെന്ന് പറയുന്നുണ്ട്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇവരെത്ര നാളായി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഒരു 4-5 മാസം അത്രേ ആവുള്ളൂ. അതിനകത്താണ് താമസിക്കുന്നത്. ഇതിനിടയ്ക്ക് ഏകദേശം ഒരു മാസം വരെ അവിടെ നന്ദിയോട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഇവരുടെ അവരെ ഉമ്മായും സഹോദരിയും മക്കളും അളിയനും താമസിക്കുന്ന വീട്ടിൽ പോയത്. അവൻ്റെ അളിയനൊക്കെ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു.
ഇവൻ ഒരു സൈലൻറ്റ് കില്ലറാണ്. സമൂഹത്തിൽ അവൻ പുറത്തിറങ്ങി കാണരുത്. എൻ്റെ കുഞ്ഞിനെ അത്രത്തോളം ഉപദ്രവിച്ചില്ലേ, അത്രത്തോളം ഉപദ്രവിച്ചില്ലേ. എൻ്റെ അപ്പയെ ഇതൊന്നും ചെയ്യണ്ട, ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇനി തന്നൂടാ, ഞാൻ എൻ്റെ പൊന്നുമോനെ പൊന്നു പോലെ നോക്കൂലേ. ഡെലിവറി കഴിഞ്ഞ് എൻ്റെ കയ്യിലല്ലേ ആദ്യം കൊണ്ട് തരണത്. അവളൊരു പ്രസവിച്ച അമ്മയല്ലേ. ഒരു പ്രാവശ്യമെങ്കിലും അവൾ ആ കുഞ്ഞിനെ നോക്കിയതിൻ്റെത് വെച്ചിട്ട് ഇങ്ങനെ അവൻ ഉപദ്രവിക്കുന്നത് കാണുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ആ കുഞ്ഞിനെ എടുത്ത് ആരെങ്കിലും കയ്യിൽ കൊടുത്തൂടെ? ഒന്നും വേണ്ട, പോലീസ് 112 നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ. ഞാൻ ചൈൽഡ് ലൈനെ അറിയിച്ചു, പറയാൻ മറന്നുപോയി. ഈ 2 കയ്യിലും പ്ലാസ്റ്റർ ഇട്ട സമയത്ത് എനിക്കൊരു ഡൗട്ട് തോന്നി, കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് ബസ്സിൽ പോയ സമയത്ത് യാത്രയിലായിരുന്നപ്പോൾ ചൈൽഡ് ലൈനിൽ അവിടെ ഒരു സാറിനെ വിളിച്ച് ഞാൻ പറഞ്ഞായിരുന്നു, സാർ ഇങ്ങനെ ഒരു ഡൗട്ടുണ്ട്, സാർ അതൊന്ന് സാർ. അപ്പോൾ പറഞ്ഞു നാളെ നിങ്ങളെ സ്റ്റേഷനിൽ വിളിച്ചേക്കല്ലേ, അപ്പോൾ അവിടെ എന്തോ ഒത്തുതീർപ്പാവണമെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് മൂവ് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ മൂവ് ചെയ്തോ ഇല്ലെന്ന് എനിക്കറിയില്ല. നിരപരാധിയാണ്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്കിപ്പോൾ തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതിൻ്റെ കൈ ഒടിഞ്ഞത് എത്ര നാളെ കാണും? എല്ലാം കൂടി ഈ 1 മാസത്തിനകം നടന്ന സംഭവമാണ്. ഇവിടെ നിന്ന് എന്നിൽ നിന്ന് സ്റ്റേഷനിൽ എഴുതി വെച്ച് ഇവൻ ഈ അനു എന്ന് പറഞ്ഞ അവളും ഈ അഖിലയും കൂടി കൊണ്ടുപോയതിന് ശേഷമാണ് കൈ ഒടിഞ്ഞത്. അപ്പോൾ പിന്നീട് ആരോ പറയണ കേട്ട് 20 ദിവസം കണ്ട് പ്ലാസ്റ്റർ ഇട്ടേക്കണമെന്ന്. കാരണം നിലവിൽ ഞങ്ങൾ പിന്നെ ഞാനൊരു ശല്യം ആവണമെന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞപ്പോൾ ഇനി അവരായിട്ട് ഒരു കോണ്ടാക്റ്റും വേണ്ടാന്ന് വിചാരിച്ച് വിളിക്കാറില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് അഖിലയ്ക്ക് ഈ കുഞ്ഞിനെ അടിക്കുന്നതൊക്കെ അറിയാമെന്നുള്ളതാണ്? അറിയാമെന്നുള്ളത് തന്നെയാണ്. ഇല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് പറയട്ടെ, ഈ 1 മാസത്തിനിടയിൽ ഒരു പ്രാവശ്യമെങ്കിലും അവ ഉപദ്രവിക്കുന്നത് ഇവൾ കണ്ടില്ലയോ? കാണുന്ന സമയങ്ങളിൽ ഒരു പ്രാവശ്യം എന്നെ ഒരു കോള് വിളിച്ച് പറഞ്ഞൂടെയോ? സ്റ്റേഷനിൽ അറിയിക്കാമല്ലോ. 112 ഏതൊരു കുഞ്ഞിനെ അറിയാമെന്നുള്ള നമ്പരല്ലേ, അതിൽ വിളിച്ചെങ്കിലും പറഞ്ഞൂടെ? ചൈൽഡ് ലൈൻ 1098 അതിൽ വിളിച്ച് പറഞ്ഞൂടെ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ ഇവളും കൂടെ നിന്നാണോ ഇത് ചെയ്തത്? അപ്പം നിങ്ങൾ പറയുന്നതേ ഈ അഷ്കറിനെ പേടിച്ചിട്ടായിരിക്കുമോ പറയാത്തത്? അതോ തീർച്ചയായിട്ടും മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇവൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ദിവസം ഇവൻ പല പ്രാവശ്യം ഇവളെ വസ്തു വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വസ്തു ഞാൻ എഴുതി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ എടുക്കാൻ വേണ്ടി പോയപ്പോൾ സർക്കാർ ഭൂമിയായിട്ട് കിടക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇന്നും കരമടച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ കാര്യം പറഞ്ഞ് ഞാൻ ഡിലേ ആക്കി. അപ്പം ഞാൻ അങ്ങനെ അറിയാമെന്നുള്ളടത്ത് പറയാൻ ഒരിക്കലും പെട്ടെന്ന് എഴുതി ഇവരുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയട്ടെ എന്നിട്ട് എഴുതി കൊടുക്കും. കാരണം ഒന്നാമത് ഇവൻ്റെ ആദ്യ ഭാര്യ ഡിവോഴ്സ് ആയിട്ടില്ല, അത് ക്യാൻസർ പേഷ്യൻ്റാണ്, കിടപ്പ് രോഗിയാണ്. രണ്ടാമതെന്ന് പറയുമ്പോഴത്തേക്ക് ലീഗലി അവർ മാരീഡ് അല്ല. എനിക്കിപ്പോൾ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല.